അപ്പോൾ നമ്മൾ ആലിസ് വാക്കറിൻ്റെ ദ കളർ പേർപ്പിൾ എന്ന് പറയുന്ന നോവലിൻ്റെ സമ്മറിയാണ് നോക്കാൻ പോകുന്നത്. ദ കളർ പേർപ്പിൾ എന്ന് പറയുന്നത് ഒരു എപ്പിസ്റ്റോളറി നോവലാണ്. എപ്പിസ്റ്റോളറി നോവൽ നമുക്കറിയാം അല്ലേ, നോവൽ മേഡപ്പ് ഓഫ് ലെറ്റേഴ്സ്. അപ്പോൾ ഇവിടെ സീലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ദൈവത്തിനും അതുപോലെ സീലിയുടെ അനുജത്തി നെറ്റി സീലിക്കും എഴുതിയ ലെറ്റേഴ്സാണ് നമ്മൾ കാണുന്നത്. ഈ നോവൽ തുടങ്ങുമ്പോൾ സീലി ഒരു 14 വയസ്സായിട്ടുള്ള ബ്ലാക്ക് ഗേളാണ്. ഷീസ് വൾണറബിൾ. അതുപോലെ തന്നെ അവളുടെ അച്ഛൻ അവളെ എന്ത് ചെയ്യുന്നുണ്ട്, അബ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം വൾണറബിൾ ആയിട്ടുള്ള അബ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഗേളാണ്. അവൾ ദൈവത്തിനെ ഡിയർ ഗോഡ് എന്ന് അഡ്രസ്സ് ചെയ്തിട്ട് ലെറ്റേഴ്സ് എഴുതുകയാണ്. അപ്പോൾ 30 വർഷങ്ങൾക്ക് ശേഷമാണ്, എവിടെ നിന്നാണോ സീലി ലെറ്റർ എഴുതി തുടങ്ങുന്നത്, 14 വയസ്സിൽ നിന്ന് അവൾക്ക് 44 വയസ്സുള്ളപ്പം 30 വർഷങ്ങൾക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ നോവൽ അവസാനിക്കുന്നത്. അപ്പോഴേക്കും ഭയങ്കര മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള അതുപോലെ റേഷ്യലി പ്രജുഡിസ്ഡ് ആയിട്ടുള്ള ഈ സൊസൈറ്റിയിൽ വളരെ കഷ്ടപ്പെട്ട് തന്നെ സ്ട്രഗിൾ ചെയ്ത് തന്നെ ജീവിക്കാൻ സീലി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഷീ ഫൈറ്റ്സ് ഹർ വേ ത്രൂ ലൈഫ് ആൻഡ് ക്വസ്റ്റ്യൻസ് എവറിത്തിങ് ഷീ ഹാസ് ബീൻ ടോട്ട്. അവൾ ഇതുവരെ കേട്ട് പഠിച്ച എല്ലാ കാര്യങ്ങളെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ അവൾ എന്ത് ചെയ്തു, ധൈര്യപ്പെട്ടു. അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് അവളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴി അവൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. ആ ചാലഞ്ചസിൻ്റെ ഇടയിൽ അവളുടെ ഏറ്റവും ആംബിഷ്യസ് ആയിട്ടുള്ള ചാലഞ്ച് എന്ന് പറഞ്ഞാൽ അവളുടെ ഐഡിയ ഓഫ് ഗോഡിനെ റീമേക്ക് ചെയ്യുക എന്നതായിരുന്നു. അവളുടെ വിശ്വാസങ്ങൾ, അവളുടേത് മാത്രമായ വിശ്വാസങ്ങൾ അവൾ എന്ത് ചെയ്തു, രൂപപ്പെടുത്തി എടുത്തു കഴിഞ്ഞിരുന്നു. അവളുടെ മനസ്സിലുള്ള അവളെ പഠിപ്പിച്ച ആ ഒരു ഐഡിയ ഓഫ് ഗോഡ് മാറ്റിയിട്ട് അവളുടെ ഒരു ഐഡിയ ഓഫ് ഗോഡ് എന്ത് ചെയ്തു, റീമേക്ക് ചെയ്തെടുത്തു. അതെങ്ങനത്തെ ഗോഡാണ്, ഒരു ഓൾഡ് ആയിട്ടുള്ള വൈറ്റ് ബിയാർഡൊക്കെ ഉള്ള ഒരു മെയിലാണ്. എ ഗോഡ് ഹു എൻകംപാസസ് എവറിത്തിങ് ആൻഡ് ലീവ്സ് വിത്തിൻ ഹർ. അവളിൽ ജീവിക്കുന്ന ഒരു ദൈവം. അപ്പോൾ സീലിയയുടെ ആദ്യത്തെ ലെറ്റർ ദൈവത്തിനാണ്. അവൾ എന്ത് ചെയ്യാണ്, അവളുടെ അച്ഛനാൽ റേപ്പ് ചെയ്യപ്പെടുകയാണ്. അച്ഛനാരാണ്, അൽഫോൻസോ ആണ്. അപ്പോൾ അൽഫോൻസോ പറയുന്നത്, ഈ റേപ്പിൻ്റെ കാര്യം നീ ആരോടും പറയരുത്, ഇത് ദൈവത്തിനോട് മാത്രം പറയാനേ നിനക്ക് അവകാശമുള്ളൂ എന്നാണ്. അങ്ങനെയാണ് ഈ റേപ്പിൻ്റെ കാര്യം ദൈവത്തിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ദൈവത്തിനോടൊരു കത്തായിട്ട് നമ്മുടെ സീലി എഴുതുന്നത്. 2 തവണ സീലി എന്ത് ചെയ്യുന്നുണ്ട്, പ്രഗ്നൻ്റ് ആവുന്നുണ്ട്, സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നുണ്ട്. എന്നിട്ട് ഇവൾക്കുണ്ടാവുന്ന ഈ 2 കുട്ടികളെ ഈ അൽഫോൻസോ എന്ത് ചെയ്യാണ്, അഡോപ്ഷന് കൊടുക്കുകയാണ്. ഇവർ അഡോപ്റ്റ് ചെയ്യുന്നത് ടൗണിൽ താമസിക്കുന്ന ഒരു റെവറൻ്റാണ്. പിന്നീട് ഈ സമയത്തൊക്കെ ഇവളുടെ അമ്മ എന്താണ്, സുഖമില്ലാണ്ടിരിക്കുകയാണ്. അതിനുശേഷം അമ്മ മരിക്കുന്നുണ്ട്. അമ്മയുടെ മരണശേഷം ഈ അൽഫോൻസോ ഇവളെ എന്ത് ചെയ്യാണ്, മിസ്റ്റർ ആൽബർട്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യന് കല്യാണം കഴിച്ചയക്കുകയാണ്. സീലിക്ക് മാരിറ്റൽ ലൈഫും അത്ര സുഖകരമൊന്നും ആയിരുന്നില്ല. വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൽബർട്ടിൻ്റെ കുട്ടികളെ നോക്കുന്നു, വീട്ടിലെ മൊത്തവും പണി നോക്കുന്നു. അതുപോലെ തന്നെ അയാളുടെ ഒപ്പം അൺഎൻജോയബിൾ ആയിട്ടുള്ള ഇൻറ്റിമേറ്റ്സ് നൈറ്റ്, അൺഎൻജോയബിൾ എന്ന് എടുത്ത് പറയുന്നുണ്ട്, അങ്ങനെയുള്ള ഇൻറ്റിമേറ്റ് നൈറ്റ്സ് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. പിന്നെ എന്താണ്, അയാളുടെ കയ്യിൽ നിന്ന് ഒരു കാര്യമില്ലാതെ ഇഷ്ടംപോലെ അടി മേടിച്ച് കൂട്ടുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നു അവളുടെ മാരിറ്റൽ ലൈഫ് എന്ന് പറയുന്നത്. കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുന്നത് അവളുടെ സിസ്റ്ററായിട്ടുള്ള നെറ്റി അവരോടൊപ്പം താമസിക്കാൻ വേണ്ടി വരുമ്പോഴാണ്. അൺഫോർച്ചുനേറ്റ്ലി ആൽബർട്ട് നെറ്റി അവരുടെ കൂടെ നിൽക്കാനായിട്ട് സമ്മതിക്കില്ല. അല്ലെങ്കിൽ അങ്ങനെ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അയാൾക്ക് അതിനുള്ള റിവാർഡ് കിട്ടണം എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. സത്യത്തിൽ നമ്മുടെ ആൽബർട്ടിന് സീലിയേക്കാളും ഇഷ്ടം നെറ്റിയായിരുന്നു. ആദ്യം നെറ്റിയോടാണ് വിവാഹ അഭ്യർത്ഥന നടത്തുന്നതൊക്കെ. പക്ഷേ അത് നടക്കാതെ വന്നപ്പോഴാണ് സീലിയെ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും നെറ്റി അവിടെ വന്ന് നിൽക്കുന്നത് ഇയാൾ സമ്മതിക്കത്തില്ല. അങ്ങനെ നെറ്റി അവിടെ നിന്ന് പോകുമ്പോൾ ഇയാൾ അവളെ ഫോളോ ചെയ്തിട്ട് അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അവൾ എന്ത് ചെയ്യും, എസ്കേപ്പ് ചെയ്തിട്ട് ഒരു റെവറൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യും, അഭയം പ്രാപിക്കും. ഈ റെവറൻ്റാണ് നേരത്തെ നമ്മൾ പറഞ്ഞ സീലിയയുടെ കുട്ടികളെ അഡോപ്റ്റ് ചെയ്ത ആ ഒരു റെവറൻറ്റ്. അങ്ങനെ ആ വീട്ടിലൊരു മെയ്ഡിൻ്റെ ജോലി നമ്മുടെ നെറ്റിക്ക് കിട്ടും. ആ വീടെന്ന് പറയുന്നത്, റെവറൻറ്റിൻ്റെ പേര് സാമുവലാണ്. സാമുവലിൻ്റെ വൈഫ് കൊറീനുണ്ട്. അവർ രണ്ടുപേരും മിഷണറീസാണ്. അവർ ആഫ്രിക്കയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. ആ ഒരു സമയത്ത് അവരുടെ കൂടെ പോകേണ്ടിയിരുന്ന ഒരു പാർട്ട്ണർ മിഷണറിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ആഫ്രിക്കയിലേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു ഓഫർ ഇവർ നെറ്റിക്ക് കൊടുക്കുകയാണ്. നെറ്റി വളരെ സന്തോഷത്തോടു കൂടി ആ ഒരു ഓഫർ സ്വീകരിച്ചിട്ട് ഇവരുടെ ഒപ്പം എവിടെ പോവാണ്, ആഫ്രിക്കയിലേക്ക് പോവാണ്. ആഫ്രിക്കയിൽ എത്തിയതിന് ശേഷം അവൾ ഫ്രീക്വൻ്റ്ലി സീലിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കത്തുകൾ എഴുതുന്നുണ്ട്. പക്ഷേ കത്തുകൾ എഴുതുമ്പോഴും അവൾ എപ്പോഴും വറീഡാണ്. ഈ കത്തുകൾ അവളുടെ സിസ്റ്ററിന് കിട്ടുമോ എന്ന കാര്യത്തിൽ ഇവൾക്ക് സംശയമുണ്ട്. അവൾ സംശയിച്ചതുപോലെ തന്നെ സംഭവിച്ചു. നമ്മുടെ ആൽബർട്ട് ഒരു കത്ത് പോലും സീലിക്ക് കൊടുത്തിട്ടില്ല. കുറേ വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ഇയാൾ ഈ കത്തുകൾ ഇവർക്ക് പരസ്പരം കൈമാറുന്നത്. അത്രയും വർഷവും ആ കത്തുകൾ എന്ത് ചെയ്തു, അയാൾ ഒളിപ്പിച്ചു വെക്കുകയാണ് ചെയ്തത്. ഇനി ആൽബർട്ടിൻ്റെ എൽഡസ്റ്റ് സൺ എന്ന് പറയുന്ന ഹാർപ്പോയാണ്. ഹാർപ്പോ 15 വയസ്സുള്ള സോഫിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാണ്. അവൾ പിന്നെ പ്രഗ്നൻ്റ് ആവുന്നുണ്ട്. ഇവർ കല്യാണം കഴിക്കുന്നുണ്ട്. അവളുടെ അച്ഛനെ കണ്ട് പഠിച്ചിട്ട്, അവരുടെ അച്ഛൻ എങ്ങനെയാണോ സീലിയെ ഡോമിനേറ്റ് ചെയ്യുന്നത് അത് കണ്ടിട്ടാണല്ലോ
അവർ പഠിക്കുന്നത്. അപ്പോൾ ഹാർപ്പോയും ഇതുപോലെ സോഫിയെ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സീലിയെ പോലെ ഒരു പാവമായിരുന്നില്ല സോഫിയ. സോഫിയ ഭയങ്കര സ്ട്രോങ്ങറാണ്. അതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്തു, ഫൈറ്റ് ബാക്ക് ചെയ്തു. ഇവഞ്ച്വലി സോഫിയയ്ക്ക് ആ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്തു, ഫെഡപ്പായിട്ട് ഹാർപ്പോയെ വിട്ടിട്ട് അവൾ പോകുന്നുണ്ട്. അവളുടെ ഒരു സിസ്റ്റർ ഉണ്ട്, ഒഡീസ എന്ന് പറഞ്ഞിട്ട്, ആ സിസ്റ്ററിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അവൾ. നമ്മുടെ ആൽബർട്ടിൻ്റെ കുറേ വർഷത്തെ മിസ്ട്രസ് ആയിരുന്നു അരുഷ കേവറി. അവർക്ക് സുഖമില്ല എന്നിങ്ങനെ ആൽബർട്ട് അറിയുമ്പോൾ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ്. എന്നിട്ട് സീലിയോട് അവരെ ടേക്ക് കെയർ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. പക്ഷേ സീലിക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. അപ്പോൾ അവൾ ഓർക്കുന്നുണ്ട്, ആദ്യമായിട്ട് ഷഗിൻ്റെ ഫോട്ടോഗ്രാഫ് കാണുമ്പോൾ, ഇവർ വിവാഹം കഴിക്കുന്നതിന് മുന്നേ ആണ് കേട്ടോ ആ ഫോട്ടോഗ്രാഫ് കാണുന്നത്. കാണുമ്പോൾ അവൾ ചിന്തിക്കുന്നുണ്ട്, ഷഗ് ഭയങ്കര സുന്ദരിയാണല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നത് അവൾ ഓർക്കുന്നുണ്ട്. അങ്ങനെ ആ സ്ത്രീയെ എന്ത് ചെയ്യുന്നുണ്ട്, ആൽബർട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. പക്ഷേ ഷഗ് നമ്മുടെ സീലിയോട് ഭയങ്കര മോശമായിട്ടാണ് ആദ്യമൊക്കെ പെരുമാറുന്നത്. പക്ഷേ പതുക്കെ ഇവർ തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാവാൻ തുടങ്ങി. നമ്മുടെ ഷഗിനെ സീലിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെ സോഫിയ പിണങ്ങിപ്പോയതിന് ശേഷം ഹാർപ്പോ ആ വീടിനെ ഒരു ജൂക്ക് പോയിൻ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടേക്ക് ആരും വന്നില്ല. അപ്പോൾ ഇവൻ ഷഗിനോട് ചോദിക്കുന്നുണ്ട്, ഷഗ് ഒരു വെൽ നോൺ ജാസ് സിംഗറാണ്. അപ്പോൾ ഷഗിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പാടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പാടിയാൽ കുറേ ആൾക്കാർ അവിടേക്ക് വരും എന്ന് പറഞ്ഞിട്ട് അവരോട് ചോദിക്കുകയാണ്. അവരെ അഗ്രി ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, പാടുന്നുണ്ട്. പക്ഷേ ആൽബർട്ടിന് സീലി അങ്ങോട്ടേക്ക് പോകുന്നതിൽ താല്പര്യമില്ല. പക്ഷേ ഷഗ്ഗാണ് ഇൻസിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഷഗ് പാട്ടൊക്കെ പാടി അവിടെ ഒരു ലാർജ് ക്രൗഡ് തന്നെ ഉണ്ടാവുന്നുണ്ട്. ആ സമയത്ത് അവിടെ വെച്ചിട്ട് ഷഗ് സീലിക്ക് വേണ്ടിയും ഒരു പാട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡെഡിക്കേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ കഴിയുമ്പോൾ ഷഗ് അവിടെ നിന്ന് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പക്ഷേ സീലി എന്ത് ചെയ്യും, സീലി നമ്മുടെ ഷഗിനോട് പറയും, ആൽബർട്ട് എന്നെ ഉപദ്രവിക്കാറുണ്ട്, അതുകൊണ്ട് പോവരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഷഗ് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പ്രോമിസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ അവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഷഗിനൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്, സീലി ഒരിക്കലും സെക്സ് എൻജോയ് ചെയ്തിട്ടില്ല എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഷഗ് നമ്മുടെ സീലിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, എഡ്യൂക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ്. എങ്ങനെയാണ് സെക്സിൽ നിന്ന് പ്ലഷർ കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഷഗിന് പെട്ടെന്നൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്, ആൽബർട്ടിനോട് ഇവർക്ക് സീലിക്ക് യാതൊരു ഫീലിങ്സും ഇല്ല എന്ന് ഷഗ് മനസ്സിലാക്കുന്നുണ്ട്. ഷീ ഈസ് അട്രാക്റ്റഡ് ടു വുമൻ. ലേറ്റർ ഓൺ സീലിക്ക് ശരിക്കുള്ള ആ ഒരു പ്ലഷർ കിട്ടുന്നത് എവിടെ വെച്ചിട്ടാണ്, ഹർ ഫസ്റ്റ് സെക്ഷൽ പ്ലഷർ വാസ് വിത്ത് ഷഗ്. ഒരു ദിവസം സോഫിയ ഹാർപ്പോയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് വിത്ത് ആ ന്യൂ ബോയ് ഫ്രണ്ട്. ആ ന്യൂ ബോയ് ഫ്രണ്ടിൻ്റെ പേര് ബസ്റ്റർ എന്നാണ്. എന്നിട്ട് അങ്ങോട്ടേക്ക് വരുമ്പോൾ ഹാർപ്പോയെ കണ്ടിട്ട് അവർ പരസ്പരം ചാറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അയാൾ അവളോട് ഡാൻസ് കളിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾക്കിപ്പോൾ ഓൾറെഡി പുതിയൊരു ഗേൾ ഫ്രണ്ട് ആയല്ലോ. നമ്മുടെ സോഫിയ പോയി കഴിഞ്ഞതിന് ശേഷം മേരി ആഗ്നസ് എന്ന് പറയുന്ന ഒരു പുതിയ ഗേൾ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഈ പുതിയ ഗേൾ ഫ്രണ്ടിന് ഇത് കണ്ടിട്ട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഹാർപ്പോ പഴയ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള സോഫിയയോട് ഒരുമിച്ച് ഡാൻസ് കളിക്കാമോ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ട് പുതിയ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള മേരി ആഗ്നസിന് ദേഷ്യം വന്നിട്ട് ഈ മേരി ആഗ്നസ് സോഫിയെ സ്ലാപ്പ് ചെയ്യുന്നുണ്ട്. സോഫിയ വെറുതെ ഇരിക്കുന്നില്ല. സോഫിയ ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യാണ്, തിരിച്ച് പഞ്ച് ചെയ്യുന്നുണ്ട്. പഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ പല്ല് ഇളകി പോകുന്നുണ്ട്. അതിനുശേഷം ടൗണിൽ വെച്ചിട്ട് സോഫിയ മേജറിൻ്റെ വൈഫ് മിസ് മില്ലിയും കാണുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഇവളുടെ ഈ ക്ലെൻലിനെസ് ഒക്കെ കണ്ടിട്ട് ഇംപ്രസ്ഡ് ആയിട്ട് മിസ് മില്ലി സോഫിയോട് കുട്ടികളുടെ നാനിയായിട്ട് വർക്ക് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ സോഫിയ അത് റെഫ്യൂസ് ചെയ്യും. അപ്പോൾ തന്നെ എന്ത് ചെയ്യും, ഈ മേജർ അവളെ അടിക്കും, സ്ലാപ്പ് ചെയ്യും. അപ്പോൾ സോഫിയ അപ്പോഴും നോക്കിക്കൊണ്ട് നിൽക്കുന്നില്ല. സോഫിയ എന്ത് ചെയ്യും, തിരിച്ച് ഇയാളെ ഇടിച്ചിടും. അങ്ങനെ എന്ത് ചെയ്യും, ഇയാളെ ഇടിച്ചതിൻ്റെ പേരിൽ അവൾ അറസ്റ്റ് ചെയ്യപ്പെടും. എന്നിട്ട് 12 വർഷം ഇവൾക്ക് ജയിലിൽ കിടക്കേണ്ടി വരുന്നുണ്ട്. പിന്നീട് നമ്മുടെ മേരി ആഗ്നസ് സോഫിയെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനുള്ളൊരു മിഷനുമായിട്ട് എന്ത് ചെയ്യാണ്, ജയിലിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ മേജറിൻ്റെ വീട്ടിൽ മെയ്ഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ മേരി ആഗ്നസ് ജയിലിൽ പോയി വാർഡനെ കാണുമ്പോൾ ഇവളെന്ത് ചെയ്യാണ്, ആ വാർഡൻ റേപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും എന്ത് ചെയ്യാണ്, അവൾ പോയ കാര്യം എന്ത് ചെയ്തു, നടത്തി. എന്ത് ചെയ്തു, നമ്മുടെ സോഫിയെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയിട്ട് മേജറിൻ്റെ വീട്ടിൽ എന്ത് ചെയ്തു, മെയ്ഡായിട്ട് നിർത്തി. ഈ റേപ്പിന് ശേഷം നമ്മുടെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള മേരി ആഗ്നസ്, അവരുടെ ശരിക്കും പേര് മേരി ആഗ്നസ് എന്നാണെങ്കിലും ഹാർപ്പോ അവരെ സ്പീക്ക് എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു റേപ്പിന് ശേഷം ഇവർ ഹാർപ്പോയോട് ആവശ്യപ്പെടുകയാണ് ടു കോൾ ഹർ ബൈ ഹർ റിയൽ നെയിം മേരി ആഗ്നസ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഷഗ് തിരിച്ച് സീലിയുടെയും ആൽബർട്ടിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇത്തവണ അവൾ ഒറ്റയ്ക്കല്ല വന്നത്, കൂടെ പുതിയ ഹസ്ബൻഡ് ഉണ്ട്, ഗ്രാഡി. ഈ സമയത്ത് ഷഗ് നമ്മുടെ സീലിയോട് പറയുന്നുണ്ട്, ആൽബർട്ട് ഇതുവരെ നിനക്ക് വന്ന എല്ലാ ലെറ്റേഴ്സും ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്ന്, അങ്ങനെ ഒരു സംശയമുണ്ടെന്ന് വാൺ ചെയ്യുകയാണ്. അങ്ങനെ അവർ നോക്കുമ്പോൾ ആൽബർട്ടിൻ്റെ കയ്യിൽ നിന്ന്
കുറേ ലെറ്റേഴ്സ്, നെറ്റി ഇവൾക്ക് എഴുതിയ കുറേ ലെറ്റേഴ്സ് കണ്ടെത്തുന്നുണ്ട്. ഇത് അറിയുമ്പോൾ സീലിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ഷഗ് പറയുന്നുണ്ട് കാമായിട്ടിരിക്കൂ എന്നൊക്കെ സീലിയോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ ആ ലെറ്റേഴ്സൊക്കെ ആൽബർട്ടിൻ്റെ കയ്യിൽ നിന്ന് കണ്ടെടുത്തിട്ട് ഇവർ രണ്ടുപേരും കൂടി ഈ ലെറ്റേഴ്സ് വായിക്കാൻ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ലെറ്റേഴ്സ് വായിച്ചു തുടങ്ങുമ്പോൾ നെറ്റിയുടെ ഏർലി ലെറ്റേഴ്സിൽ എന്താണുള്ളത്, അവരുടെ ആ ഒരു ട്രിപ്പ് ടു ആഫ്രിക്ക, മിഷണറി ട്രിപ്പ് പോവല്ലേ, അതിനെ പറ്റിയിട്ടാണ് കൂടുതലും പറഞ്ഞിട്ടുള്ളത്. ആരുടെ കൂടെ, ആ റവറൻറ്റിൻ്റെയും ഫാമിലിയുടെയും കൂടെ ആ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്, മിഷണറി ട്രിപ്പ് ടു ആഫ്രിക്ക. അതിനെപ്പറ്റിയാണ് ഏർലി ലെറ്റേഴ്സിലൊക്കെ ഉള്ളത്. പിന്നെ അവിടുത്തെ ട്രൈബ് എന്ന് പറയുന്ന ഒലിങ്ക ട്രൈബാണ്. അവർ വർഷിപ്പ് ചെയ്യുന്നത് റൂഫ് ലീഫാണ്. റൂഫ് ലീഫ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ അവരുടെ റൂഫ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ടാച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലീഫാണ് ഈ റൂഫ് ലീഫ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് ടാച്ച് ചെയ്തില്ലെങ്കിൽ അവിടുത്തെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് റെയിനി സീസൺ ആകുമ്പോൾ വീടുകളൊക്കെ ഡിസ്ട്രോയിഡ് ആയി പോവും. അപ്പോൾ ആ ഒരു ലീഫിനെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, വർഷിപ്പ് ചെയ്യുന്നത്. അവിടെ എത്തുമ്പോൾ അവിടുത്തെ നേറ്റീവ്സ് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നെറ്റി സാമുവലിൻ്റെ സെക്കൻഡ് വൈഫാണെന്നാണ്. അത് കാരണം തന്നെ നമ്മുടെ സാമുവലിൻ്റെ വൈഫായിട്ടുള്ള കൊറിന് ഭയങ്കര ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് കൊറിൻ പറയുന്നുണ്ട് സാമുവലിനെ പ്രൈവറ്റ് ആയിട്ട് ഇനി മീറ്റ് ചെയ്യരുത് എന്നൊക്കെ നെറ്റിയോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവളുടെ ക്ലോത്ത്സ് ഒക്കെ ബോറോ ചെയ്യുന്നതിൽ നിന്നൊക്കെ അവളെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ച് വർഷം കഴിയുമ്പോൾ കൊറിന് അസുഖമാവും, ഫീവറായിട്ട് മരിക്കും. ആ സമയത്താണ് അവളൊരു സത്യം മനസ്സിലാക്കുന്നത്. എന്താണ് ആ സത്യം? ആ കുട്ടികൾ, ഇവർ അഡോപ്റ്റ് ചെയ്ത കുട്ടികളില്ലേ, അത് നെറ്റിയുടെ കുട്ടികളല്ല എന്ന് അവൾ മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും അത് ആരോ കുട്ടികളാണ്, സീലിയുടെ കുട്ടികളാണ്. അപ്പോൾ ആ അഡോപ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഒലീവിയയും ആദവും നെറ്റിക്ക് സാമുവലിലുണ്ടായ കുട്ടികളല്ല എന്നുള്ള സത്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു ട്രിപ്പ് ഉണ്ടല്ലോ ഇംഗ്ലണ്ടിലേക്ക്, ആഫ്രിക്കയിൽ നിന്ന് അവർ ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന ആ ഒരു ട്രിപ്പിൽ അവരെന്ത് ചെയ്യാണ്, സാമുവലും നെറ്റിയും മാരീഡ് ആവുകയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്നത് ഈ ഒലിങ്ക വില്ലേജിൽ ഒരു റബ്ബർ മാനുഫാക്ചറിങ് കമ്പനി വന്നിട്ട് അവിടെ ഒരു റോഡ് ബിൽഡ് ചെയ്യണം. റോഡ് ഇസ് ബിൽഡ് റൈറ്റ് ത്രൂ ദ വില്ലേജ്. അത് ആ ഒരു എൻ്റെ വില്ലേജിനെയും ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ മറ്റൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ബാരൻ ആയിട്ടുള്ള ഭയങ്കര മോശപ്പെട്ട കുടിവെള്ളം, നല്ല കുടിവെള്ളമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അവിടേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ഫോഴ്സ്ഡ് ആവുന്നുണ്ട്. ആ ലാൻഡിലെ ഓണേഴ്സ് ആണെങ്കിൽ വെള്ളത്തിനൊക്കെ ഇവരെ ഇന്ന് ചാർജ് ഈടാക്കാൻ തുടങ്ങി. അതുപോലെ ഇവർ ട്രഡീഷണലായിട്ട് യൂസ് ചെയ്തിരുന്ന ഒലിങ്ക കമ്മ്യൂണിറ്റി യൂസ് ചെയ്തിരുന്ന ഒരു റൂഫ് ലീഫ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അതൊന്നും യൂസ് ചെയ്യാൻ അവർ സമ്മതിച്ചില്ല. പകരം ടിൻ റൂഫ്സ് ഒക്കെ ഉള്ള വീടുകളാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കുറേ ആൾക്കാർ എന്ത് ചെയ്തു, മെബിൾസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. മെബിൾസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് നേറ്റീവ്സ് ആണ്. അവർ ഡീപ്പ് ഇൻ ദ ജംഗിളാണ് താമസിക്കുന്നത്. ദേ ആർ സ്ട്രഗ്ലിംഗ് എഗൻസ്റ്റ് ദ വൈറ്റ് മാൻ. അപ്പോൾ കുറേ ആൾക്കാർ പോയിട്ട് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. ആഫ്രിക്കയിലേക്ക് വന്നതിന് ശേഷം ആദമും ഒലീവിയയും അവിടെ ഒരു യങ് ഒലിങ്ക ഗേൾ താഷി എന്ന് പേരുള്ള ഒരു ഗേളുമായിട്ട് ഭയങ്കര ഫ്രണ്ട്സ് ആവുന്നുണ്ട്. താഷി ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അവരുടെ ഒലിങ്ക കമ്മ്യൂണിറ്റിയിലെ ഒരു റിച്വലാണ് ഫീമെയിൽ സർക്കംസിഷൻ. അപ്പോൾ അത് അവരുടെ കൾച്ചറാണ്. അപ്പോൾ ആ കൾച്ചറിനെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ട് അവളും അത് അണ്ടർഗോ ചെയ്യണം എന്നൊക്കെ അവൾ ഡിസൈഡ് ചെയ്തിരിക്കുന്ന സമയമാണ്. പക്ഷേ അതേസമയം അവൾക്ക് അഷെയിംഡ് ആയിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് ഓഫ് ദ മാർക്സ്. അതായത് അവൾ ഷീ സൂൺ ലീവ്സ് ടു ജോയിൻ ദ മെബിൾസ്. അപ്പോൾ അതിപ്പോൾ എന്ത് ചെയ്യാണ്, അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാണ്. പക്ഷേ അയാളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവൾ റെഫ്യൂസ് ചെയ്യുകയാണ്. കാരണം എന്ന് വെച്ചാൽ അവൾക്ക് പേടിയാണ്. അവളെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലുള്ള ഒരു സ്ഥലത്ത് അവൾ അക്സെപ്റ്റഡ് ആവുമോ എന്നുള്ള ഒരു പേടിയാണ്. ഇനിഷ്യലി താഷിയുടെ ആ ഒരു ഡിസിഷൻ, അതായത് തൻ്റെ ആ ഒരു സ്കാച്ചിങ് ഒക്കെ ആരെങ്കിലും കാണുമോ, തന്നെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ഉള്ള ആ ഒരു ഡിസിഷൻ, അതിനെ കൺവിൻസിങ് ആക്കാൻ വേണ്ടി ആദം എന്ത് ചെയ്യാണ്, ആദം നൗ ഗെറ്റ്സ് ഹിസ് ഫേസ് മാർക്ക്ഡ് ആസ് വെൽ. അപ്പം അവർ രണ്ടുപേരും ഇപ്പോൾ കാണുമ്പോൾ ഒരുപോലെ ഇരിക്കുമല്ലോ, സോ ദാറ്റ് ഷീ വിൽ നോട്ട് ഫീൽ അഷെയിംഡ്. അവസാനം താഷിയും ആദമും എന്ത് ചെയ്യുന്നുണ്ട്, കല്യാണം കഴിക്കുന്നുണ്ട്. ആൻഡ് ദ ഹോൾ ഫാമിലി ദെൻ മേക്സ് പ്ലാൻസ് ടു റിട്ടേൺ ഹോം. ഇനി നമ്മുടെ സീലിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നെറ്റിയുടെ ലെറ്റേഴ്സൊക്കെ ഇയാൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം സീലി ഷഗ്ഗും മൊത്തം ആ വീട് വിട്ട് ഇറങ്ങാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ ആൽബർട്ടിനോട് പറയും ഞാൻ പോവാണെന്ന്. അയാൾ ഇവളെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവളൊരു ഫോർക്ക് വെച്ചിട്ട് അയാളുടെ കയ്യിൽ സ്റ്റാബ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് അയാളെ കേഴ്സ് ചെയ്തിട്ടാണ് അവൾ പോകുന്നത്. അവൾ പറയുന്നതെന്ന് വെച്ചാൽ എന്നെ എത്ര മോശമായിട്ടാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്തത്, അതുകൊണ്ട് നിങ്ങളുടെ ഈ രീതികളൊക്കെ നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യപ്പെടും, നിങ്ങൾക്ക് ശാപം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ് അവിടെ നിന്ന്. അപ്പോൾ ഈ ശപിച്ചതിന് റെസ്പോൺസായിട്ട് അയാൾ പറയുന്നതെന്ന് വെച്ചാൽ നെറ്റിയുടെ കുറച്ച് ലെറ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആസ് ദേ കീപ്പ് അറൈവിങ്, ഇതൊന്നും ഞാൻ നിനക്ക് തരത്തില്ല, ഒന്നും നിനക്ക് നിൻ്റെ അടുത്തേക്ക് എത്തിച്ച് തരത്തില്ല എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സീലി ഷഗ്ഗുമൊത്ത് മെഫസിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് ജീവിക്കാനുള്ള ഒരുപാട് പ്ലാൻസ് ഒക്കെ ഉണ്ട് അവർക്ക്.
അവൾ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവഞ്ച്വലി അതിൽ ഗുഡ് ആവുന്നുണ്ട്, ഗുഡ് അറ്റ് ഡിസൈനിങ്. എന്നിട്ട് കുറേ റെഗുലർ ഓർഡേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. ഷഗിൻ്റെ ഹെൽപ്പോട് കൂടി ആ ഒരു ചെയ്യുന്ന കാര്യം, ആ ഒരു ഡിസൈൻ ചെയ്യുന്നതിനൊരു ബിസിനസ്സായിട്ട് വളർത്തിയെടുക്കാൻ അവൾക്ക് സാധിക്കുന്നുണ്ട്. അതിനുശേഷം അങ്ങനെ ഇരിക്കുമ്പോൾ സീലി ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. സീലിയും നെറ്റിയും പാന്ന് വിളിക്കുന്ന അവരുടെ അച്ഛൻ അൽഫോൻസോ അവരുടെ ശരിക്കുള്ള അച്ഛനല്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ശരിക്കുള്ള അച്ഛൻ എന്ന് പറയുന്ന ഒരു ബിസിനസ് മാൻ ആയിരുന്നു. അപ്പോൾ ഒരു സക്സസ്ഫുൾ ബിസിനസ് മാൻ ആയിരുന്നത് കൊണ്ട് തന്നെ അയാളോട് അസൂയ ഉണ്ടായിരുന്ന ശത്രുക്കൾ അല്ലെങ്കിൽ മറ്റൊരു ബിസിനസ് മാൻ അയാളെ കൊല ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവരുടെ അമ്മ വിവാഹം കഴിക്കുന്ന ആളാണ് ഈ അൽഫോൻസോ എന്നൊക്കെ ഇവൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് അൽഫോൻസോ മരിച്ചതിന് ശേഷം സീലിയെ തേടി ഒരു ഫോൺ കോൾ വരികയാണ്. ആ ഫോൺ കോളിൽ സീലി അറിയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സീലിയുടെയും നെറ്റിയുടെയും ആ ഒരു വീടുണ്ടല്ലോ, ഫാമിലി ഹോം, അതിന് സീലിക്കും നെറ്റിക്കും സ്വന്തമാണ് എന്നൊരു കാര്യം. ഇനി നമ്മൾ കാണുന്നത് ഷഗ് അവളുടെ പുതിയ ലവ് ആയിട്ടുള്ള ഒരു 19-year-old ഫ്ലൂട്ട് പ്ലെയർ, അയാളുടെ പേര് ജെർമൈൻ എന്നാണ്, അയാളുമായിട്ട് ഇലോപ്പ് ചെയ്യുന്നതാണ്. സീലി എന്ത് ചെയ്തു, ഇപ്പോൾ പുതിയതായിട്ട് കിട്ടിയ അവരുടെ സ്വന്തം വീട് തന്നെയാണ്, ഇപ്പോൾ അവർക്ക് മാത്രമായിട്ട് അത് കിട്ടിയിട്ടുണ്ട്. അത് ഫിക്സ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. സീലി ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആണ്. ആ സമയത്ത് ഒക്കേഷണലി ഇവൾ ആൽബർട്ടിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് കാണുന്നത്, സോഫിയയുടെ മകളായിട്ടുള്ള ഹെനറിറ്റയെ കാണാൻ വരുമ്പോഴാണ് കാണുന്നത്. ആൻഡ് ദേ ബിക്കം ഗുഡ് ഫ്രണ്ട്സ്. ഇപ്പോൾ ആൽബർട്ട് ഒരുപാട് മാറിയിരിക്കുന്നു. ഇത്രയും വർഷങ്ങളിൽ അയാളുടെ സ്വഭാവമൊക്കെ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. ആൻഡ് ഹീസ് ഓൾമോസ്റ്റ് ഡൈഡ് ഓഫ് മാൽ നറിഷ്മെൻറ്റ്. ഹാർപ്പോ എന്ത് ചെയ്യാണ്, ഹാർപ്പോ ഈ ആൽബർട്ടിനെ ഫോഴ്സ് ചെയ്യുകയാണ്. അതായത് നെറ്റി സീലിക്ക് അയക്കുന്ന ലെറ്റേഴ്സ് സീലിക്ക് തന്നെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ലെറ്റേഴ്സ് ആൽബർട്ട് എന്ത് ചെയ്യാണ്, സീലിക്ക് അയക്കാൻ തയ്യാറാവുന്നുണ്ട്. ആ ഒരു പോയിന്റിൽ നിന്നാണ് അയാളുടെ ആ ഒരു മാറ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. നൗ ഹീസ് എ കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് മാൻ. ഇനി നമ്മൾ കാണുന്നത് ഷഗ് വീണ്ടും തിരിച്ചു വന്നു. അവളുടെ ആ ഫ്ലൂട്ട് പ്ലെയർ ബോയ് ഫ്രണ്ട് ഹാസ് ഗോൺ ടു കോളേജ്. സീലി ഇപ്പോൾ ഫിനാൻഷ്യലി കംഫർട്ടബിൾ ആണ്. അവൾക്ക് പുതിയ വീടുണ്ട്, പിന്നെ അച്ഛൻ്റെ ഒരു ഡ്രൈ ഗുഡ് സ്റ്റോർ ഉണ്ട്, അതും ഇപ്പോൾ അവൾക്ക് കിട്ടിയിട്ടുണ്ട്, ആസ് വെൽ ആസ് ഹർ ബിസിനസ്. നെറ്റി ആവട്ടെ എന്ത് ചെയ്തു, ഫൈനലി സാമുലുമായിട്ട് എന്ത് ചെയ്തു, വീട്ടിലേക്ക് തിരിച്ചു വന്നു. കൂടെ ആരുണ്ട്, സീലിയയുടെ കുട്ടികളുണ്ട്, അവരിപ്പോൾ വളർന്ന് വലുതായി കഴിഞ്ഞിട്ടുണ്ട്. സീലിയും നെറ്റി എന്ത് ചെയ്യാണ്, പരസ്പരം കെട്ടിപ്പിടിച്ചിട്ട് എന്ത് ചെയ്യണം, തറയിൽ കിടന്ന് ഉരുണ്ട് ഹഗ് ചെയ്യുന്ന ഒരു സീനൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവസാനം സീലി എഴുതുന്നത് എന്താണ്, ദാറ്റ് ഷീ ഹാസ് നെവർ ഫെൽറ്റ് സോ യങ് ബിഫോർ ഇൻ ഹർ ലൈഫ്. അവളുടെ ജീവിതത്തിൽ ഒരിക്കലും ഇത്രയും യങ്ങായിട്ട് ഫീൽ ചെയ്തിട്ടില്ല എന്ന കാര്യം എഴുതുന്നിടത്താണ് നമ്മുടെ ഈ നോവൽ അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോവലിൻ്റെ സമ്മറി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.